ഫോക്കസ് ഓൺ എക്സലൻസ്. ലക്ഷ്യങ്ങൾ കൃത്യമാണെങ്കിൽ വിജയം നമ്മുടെ കൈകളുണ്ടാവും. ശരിയല്ലേ? പ്ലസ് 1 പഠനം ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചെടുക്കുവാൻ KKM അസോസിയേഷൻ ഒരുക്കുന്ന ഗാന്ധിയോ ബാച്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്ലസ് 1 വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററായിട്ട് വരുന്ന കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ആണ്. ഇത് തന്നെയാണ് നമ്മുടെ ഹ്യൂമാനിക്സിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ചില ഭാഗം കൂടി ഈ ഒരു ചാപ്റ്ററിൽ മിസ്സായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന്റെ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. കമ്പ്യൂട്ടിംഗ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ വളർച്ചയെ കുറിച്ച് വളരെ രസകരമായ കാര്യങ്ങളാണ്. അതായത് ഒരു കണക്ക് കൂട്ടുന്ന സാധാരണ ഡിവൈസിൽ നിന്നും ഇന്ന് കാണുന്ന AI എത്തിയ കമ്പ്യൂട്ടറിന്റെ വളർച്ചയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടൈം ലൈൻ നോക്കാം. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഡിവൈസ്. ഇവിടെ 3000 BC അബാക്കസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അബാക്കസ് നമുക്ക് കണക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അറിവായിരിക്കും. ഓക്കെ, പിന്നെ 1830-കളിലാണ് അനലിറ്റിക്കൽ എഞ്ചിൻ വരുന്നത്. ഇത് നമ്മുടെ ചാർലി ബേജ് ആണ് അതിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതിൽ ആദ്യമായി പ്രോഗ്രാം ചെയ്തത് ഓഗസ്റ്റ് ലൗലൻസ് ആണ് ആദ്യമായി പ്രോഗ്രാം ചെയ്തത്. ഓക്കെ, പിന്നെ 1890-കളിൽ പഞ്ച് കാർഡ് മെഷീൻ വരുന്നുണ്ട്. ഇത് ഹെമാൻഡ് ഹോളറിന്താണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 1940-കളിൽ വാക്വം ട്യൂബ്സ് മുതൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള കാര്യങ്ങളാണ് അതിനുശേഷം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അതായത് വാക്വം ട്യൂബ്സ്, ട്രാൻസ്ലേറ്റേഴ്സ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, മൈക്രോ പ്രോസസ്സ്, AI. ഓക്കെ, അപ്പോൾ 1940 മുതൽ AI വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ജനറേഷൻസ് ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, 5 ജനറേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ നമ്മൾ നോക്കുന്നത് 1940 മുതൽ 1956 വരെയുള്ളൊരു കാലഘട്ടമാണ്. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് വാക്വം ട്യൂബ്സ് ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വലിപ്പമായിരുന്നു. പിന്നെ അത് കൂടുതൽ ചൂട് പുറത്ത് വിട്ടിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ വൈദ്യുതി വേണമായിരുന്നു. അവിടെ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് തന്നെ മെഷീൻ ലാംഗ്വേജ് ആണ്. അത് ബൈനറി ലാംഗ്വേജ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ നന്നായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ എക്സാം എന്ന് പറയുന്നത് ENIAC, UNIVAC, EDVAC ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ജനറേഷൻ എന്ന് പറയുന്നത് 1956 മുതൽ 1963 വരെയുള്ള ജനറേഷനാണ് രണ്ടാമത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ടെക്നോളജി ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഇവിടേക്ക് വരുമ്പോൾ വലിപ്പം കുറഞ്ഞു, കൂടുതൽ കാര്യക്ഷമമായി. പക്ഷെ അസംബ്ലി ലാംഗ്വേജും അതുപോലെ ആയ ലാംഗ്വേജുമാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഗോബലും ഫോർട്ടൈൻ കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് IBM 4001 IBM 7090 ആണ് ഉപയോഗിച്ചിരുന്ന അതിന്റെ എക്സാമ്പിൾസ് ആയി പറയുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ജനറേഷനിൽ നോക്കുമ്പോൾ 1964 മുതൽ 1971 വരെയുള്ള കാലഘട്ടമാണ്. ഇവിടെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ഉപയോഗിച്ചിരുന്നത്, അതായത് IC. ഓക്കെ, ഇതിലേക്ക് പോകുമ്പോൾ കൂടുതലൊന്നും കാര്യങ്ങൾ ചെറുതാകാൻ തുടങ്ങി. പിന്നെ വിശ്വസനീയമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ വേഗത കൂടുകയും ചെയ്തു. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് IBM 36 സീരീസും BDP 8 ഒക്കെയാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ നാലാമത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 1971 പ്രസന്റ് ആ ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. അവിടേക്ക് മുമ്പാണ് മൈക്രോ പ്രോസസ്സേഴ്സ് വന്നത്. ഓക്കെ, അതിന്റെ പറയുമ്പോൾ വളരെ ചെറിയ ചിപ്പായി മാറിയിട്ടുണ്ട്. ഓക്കെ, വളരെ ചെറിയ ചിപ്പായിട്ട് വന്നിട്ട് വേഗത കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ വൈദ്യുതി ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. ഇത് പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ യുഗത്തിലേക്ക് തന്നെ വലിയൊരു മുൻകൂട്ടായി. ഓക്കെ, അപ്പോൾ നമ്മുടെ നാലാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിൾ 2ഉം IBM BC ആണ്. ഓക്കെ, അഞ്ചാമത്തെ ജനറേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ നിലവിൽ കണ്ടുവരുന്ന AI, അതുപോലെ തന്നെ പാരൽ പ്രോസസ്സിങ്, IoT അതായത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, DNA കമ്പ്യൂട്ടിംഗ് ഒക്കെയാണ് നമ്മൾ നിലവിൽ നടക്കുന്നത്. അതായത് മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള AI സിസ്റ്റം ഒക്കെയാണ് നിലവിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ 5th ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചിരിക്കുക. ഓക്കെ, ഫിൽ ദ ബ്ലാങ്ക്സ് പോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോവാം. കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇവിടെ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് സിസ്റ്റത്തില് ഡാറ്റ പ്രോസസിംഗ് മെഷീൻ ദാറ്റ് ക്യാൻ പ്രോഗ്രാം ഇൻടു ഇൻപുട്ട്, സ്റ്റോർ, പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട്. അതായത് 4 വിഭാഗങ്ങളിൽ നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് വിഭജിക്കാം. ഒന്ന് ഇൻപുട്ട്, സ്റ്റോർ,
പ്രോസസ്സ് ഔട്ട്പുട്ട്. ഓക്കെ, ഇൻപുട്ടിൽ വരുന്നത് ഡാറ്റ ജസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് കടത്തി വിടാനും അത് സൂക്ഷിക്കാനുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. സ്റ്റോർ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, അതായത് അതിലേക്ക് വന്ന് ഡാറ്റ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സിന് വേണ്ടി എടുക്കാനുള്ളൊരു ഭാഗമാണ് സ്റ്റോർ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും പറയാം. പ്രോസസ്സിങ് നമ്മൾ പ്രോഗ്രാം നടക്കുന്ന കാര്യങ്ങളാണ് പ്രോസസ്സിംഗ് എന്ന ഭാഗത്ത് വരുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത ഡാറ്റ സേവ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് തരാനും ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ പ്രിന്റർ ഒക്കെ അതിലേക്ക് പെടുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനെ 2 വിഭാഗമായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നും. ഓക്കെ, ഹാർഡ്വെയർ നമുക്ക് തൊട്ട് നോക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയർ നമുക്ക് പ്രോഗ്രാമിന് വേണ്ടി ചെയ്ത ഒരു ഭാഗമാണ്. ഓക്കെ, ഇവിടെ കമ്പ്യൂട്ടർ நிறைய ടൈപ്സ് നമുക്കറിയാലോ. ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, സ്മാർട്ട് ഫോൺസ് എന്നീ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ചാൻസുള്ള ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മൾ റോ ഡാറ്റ, നമുക്ക് അസംസ്കൃതമായ വിവരങ്ങൾ കമ്പ്യൂട്ടറിന് നൽകുമ്പോൾ നമുക്ക് മീനിങ്ഫുൾ ആയ ഇൻഫർമേഷൻ നൽകുന്നതാണ് കമ്പ്യൂട്ടറിന് ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ആ ജോലി ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൽ 4 ഘടകങ്ങളുണ്ട്. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, രണ്ടാമത് നമ്മുടെ CPU, മൂന്നാമത് സ്റ്റോറേജ് യൂണിറ്റ്, നാലാമത് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇൻപുട്ട് യൂണിറ്റ് ആണ് ഉപയോക്താക്കളിൽ നിന്നും, നമ്മളിൽ നിന്നും വിവരങ്ങൾ സ്വീകരിക്കുക, നമ്മുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അതായത് കീബോർഡ്, മൗസ് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് CPU എന്ന് പറഞ്ഞല്ലോ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, അവിടെയാണ് കൺട്രോൾ യൂണിറ്റ് വരുന്നത്. പിന്നെ അരിത്തമെറ്റിക് ലോജിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ CPU-ലാണ്. പിന്നെ രജിസ്റ്റേഴ്സ്, ക്യാഷ് എന്നൊക്കെ വരുന്നതും ഈ CPU യൂണിറ്റിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത് പറയാനുള്ളത് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയണം. ഇവിടെയാണ് റാമും റോമും പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്നീ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സ്റ്റോറേജ് യൂണിറ്റിലാണ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, നമ്മുടെ മെമ്മറി എന്തിനാണ്, നമ്മുടെ ഓർമ്മകൾ ശേഖരിച്ച് വെക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ചെയ്യുന്ന വർക്കുകൾ ശേഖരിച്ച് വെക്കാനുള്ളൊരു ഇതാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊജക്ട് വിവരങ്ങൾ കാണിച്ചത്, അതിപ്പോ ഈ വിൻഡോ തന്നെയാണ് ഔട്ട്പുട്ട് യൂണിറ്റ്, നമ്മൾ കാണുന്ന കാര്യങ്ങളാണല്ലോ. ഇതും ഔട്ട്പുട്ട് യൂണിറ്റിൽ പെടും. മോണിറ്റർ, പ്രിന്റർ എന്നീ കാര്യങ്ങളൊക്കെ പെടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ് ഒന്നുകൂടെ വിശദമായി നോക്കാം. നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വരുന്നത്. ഇവിടെ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഒരു ഡാറ്റ ആയിരിക്കില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന പറയുന്നത് ബൈനറി ഡാറ്റയാണ്, അതായത് 0 1 അടങ്ങുന്ന ഡാറ്റയാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഭാഷയല്ല. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന ഭാഷ സ്വീകരിച്ച് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻപുട്ട് ഡിവൈസസും നമ്മുടെ മോഡേൺ സ്ട്രാറ്റജിയും ജസ്റ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എക്സാമ്പിൾ നമുക്ക് പറയാവുന്നതാണ്. വിയറബിൾ ആൻഡ് ബോഡി ഡിവൈസസ് ആണ് സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഗ്ലാസ്, സ്മാർട്ട് കവേഴ്സ്, പിന്നെ സ്മാർട്ട് റിംഗ് ഒക്കെ വരുന്നില്ലേ, ആ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓഡിയോ ആൻഡ് വോയിസ് ഇൻപുട്ട് എന്ന് പറയുന്നതാണ് മൈക്രോഫോണ്, വോയിസ് അസിസ്റ്റന്റ് ഒക്കെ വരുന്നത്. ഓക്കെ, അതുപോലെ വിഷനുമായി ബന്ധപ്പെട്ടാണ് വെബ് ക്യാമും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്ക്രീനിൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, പിന്നെ ട്രഡീഷണൽ ഇൻപുട്ടാണ് കീബോർഡ്, മൗസ്, സ്കാനർ, ബാർകോഡ് എന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ടച്ച് ബോർഡും നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് പറയാവുന്നതാണ്. പിന്നെ എയും ബയോമെട്രിക് ഇൻപുട്ടൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റാണ് ഇൻപുട്ട് യൂണിറ്റിൽ മെയിനായിട്ട് ചോദിക്കാം. ഓക്കെ, പിന്നെ നിങ്ങളൊരു എക്സാംസ് നോക്കി വെച്ചോളൂ. ഇനി അടുത്ത നമ്മുടെ CPU. ഓക്കെ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനായിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യാറ്. നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഈ ഒരു CPU നിയന്ത്രിക്കുന്നത്. CPU-ൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് വെച്ചിട്ടാണ് CPU ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ എന്താ ചെയ്യുന്നത്, കാര്യങ്ങൾ ഓർത്തെടുക്കാനും അതുപോലെ അരിത്തമെറ്റിക് ആയാലും ലോജിക്കായ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനായ CPU വർക്ക് ചെയ്യുന്നത്. CPU-ൽ മെയിനായ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ രണ്ടാമതാണ് കൺട്രോളിങ് യൂണിറ്റ്. കൺട്രോളിങ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാഫിക് പോലീസ് പോലെയാണ് CPU-ൽ വർക്ക് ചെയ്യണം. അതായത് ഡാറ്റാസ് എപ്പോൾ എടുക്കണം, എപ്പോൾ വർക്ക് ചെയ്യണം എന്നീ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന കൺട്രോൾ യൂണിറ്റ് ആണ്. പിന്നെ മറ്റൊരു ഭാഗമാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് സ്മോൾ സ്റ്റോർഡ് മെമ്മറീസ് ആൻഡ് രജിസ്റ്റേഴ്സ് എന്ന് പറയണം. ഈ രജിസ്റ്റേഴ്സിൽ പെട്ടെന്ന് ഡാറ്റാസ് എടുക്കാനും നമ്മുടെ CPU-ന്റെ പ്രോസസ് സ്പീഡ് കൂട്ടാനൊക്കെയാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ നമുക്ക് എത്ര പെട്ടെന്ന് ഡാറ്റാസ് എടുക്കാൻ പറ്റും, പക്ഷെ സ്മോളർ ആയിരിക്കും, ചെറിയൊരു മെമ്മറി ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ മെമ്മറിയുടെ സ്പീഡ് കുറവായിരിക്കും, രജിസ്റ്റേഴ്സിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങൾക്കാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത്. CPU-ല് CPU-ന്റെ അകത്തുള്ളൊരു സ്മോളർ മെമ്മറിയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രജിസ്റ്റേഴ്സിന് തന്നെ നമുക്ക് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടും ഒരു ടൈപ്സ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സിൽ ആദ്യമേ വരുന്നത് പ്രോഗ്രാം കൗണ്ടറാണ്. അത് നമുക്ക് അടുത്ത് ചെയ്യേണ്ട പ്രോഗ്രാമിന്റെ അഡ്രസ്സ് സൂക്ഷിക്കുന്നത് പ്രോഗ്രാം കൗണ്ടറിലാണ്. രണ്ടാമത്തെയാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, IR എന്ന് പറയും. ഇത് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റാസ് സൂക്ഷിക്കുന്നത് ഇവിടെയാണ്. പിന്നെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, അതായത് നമ്മൾ മെമ്മറി ലൊക്കേഷൻസ് സൂക്ഷിക്കുന്നത് ഇവിടെയാണ്. പിന്നെ മെമ്മറി ബഫർ രജിസ്റ്റർ, അതായത് നമ്മൾ റീഡ് റൈറ്റ് ചെയ്യുന്ന മെമ്മറി യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ സ്റ്റാറ്റസ് രജിസ്റ്റർ, ഇവിടെ നമ്മൾ ഫ്ലാഗ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡാറ്റ യൂസ് ചെയ്യണത് ഇവിടെയാണ്. ഓക്കെ, പിന്നെ സ്റ്റാക്ക് പോയിന്റർ, അതായത് ഏറ്റവും ടോപ്പില് വിവരങ്ങൾ യൂസ് ചെയ്യണത് ഇവിടെയാണ്. അതായത് ടോപ്പിലെന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലെ ഭാഗത്തിന്റെ അഡ്രസ് യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്, സ്റ്റാക്ക് പോയിന്ററിലാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതിന് സംശയം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടും നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അവിടുത്തെ നമ്മുടെ ഗാഡി ബേസിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് നോട്ടുകൾ ലഭിക്കാനും നല്ല ഗ്രേഡ് ലഭിക്കാനും ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ അടുത്തെന്ന് പറഞ്ഞ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. അതിൽ ആദ്യം പറഞ്ഞ അക്യുമുലേറ്റർ ആണ്. നമ്മുടെ ചെറിയ ചെറിയ കണക്കൂട്ടുകൾ സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണ് അക്യുമുലേറ്റർ എന്ന് പറയണം. രണ്ടാമത്തെ ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി ലൊക്കേഷനെ ചൂണ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്. മൂന്നാമത്തെ കൗണ്ടർ ആണ്. കൗണ്ടർ ലൂപ്പുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ ഡാറ്റയാണ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് അർത്തമാറ്റിക് ഓപ്പറേഷനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ് ഡാറ്റ എന്ന് പറയണം. പിന്നെ സോഴ്സ് ഇൻഡെക്സ് ആണ്. ചെറിയ ചെറിയ മെമ്മറി ഓപ്പറേഷന്റെ ടെസ്റ്റുകളിൽ അത് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ് സോഴ്സ് ഇൻഡെക്സ് എന്ന് പറയണം. അടുത്ത് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് ആണ്. അതായത് ചെറിയ ചെറിയ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ ഡയറക്ഷൻസിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്, DNN സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ് നേരെ വിപരീതമാണ് ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഡാറ്റയെ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഡാറ്റയ്ക്ക് മാറ്റിയാണ് ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. അതായത് കമ്പ്യൂട്ടറിന്റെ ഭാഷയെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയായിട്ട് മാറ്റിയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയാണ് അത് മാറ്റാനായിട്ട് ശേഖരിച്ച് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് നേരത്തേക്ക്. ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് മോണിറ്റർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. പിന്നെ ലേസർ പ്രിന്റർ, മറ്റുള്ള എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഇമാജ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അടുത്ത നാലാമത്താണ് സ്റ്റോറേജ് യൂണിറ്റ്. അതായത് പ്രോസസ്സിന് മുമ്പും പ്രോസസ്സിന് ശേഷം നമ്മുടെ ഡാറ്റാസ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ. ആ സ്റ്റോർ ചെയ്യുന്ന ചെറിയ ചെറിയ ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ ചെറിയ കണക്ക് കൂട്ടലായാലും അത് സ്റ്റോർ ചെയ്തിട്ട് അടുത്ത് നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും വേണം. ഈ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റ് ആണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മെമ്മറി വരുന്നല്ലോ, നമ്മുടെ മെമ്മറി എന്തിനാണ് ഓർമ്മ ശേഖരിച്ച് വെക്കാനല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കിപ്പോവാത്. ഓക്കെ, ടേബിളിൽ ബിറ്റ് എന്ന് കൊടുത്തില്ല. ബിറ്റ് എന്ന് പറയുന്നത് 01 ആണ് ബിറ്റായിട്ട് വരുന്നത്, നമുക്ക് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ. നിപ്പിൾ എന്ന് പറയുമ്പോൾ 4 ബിറ്റാണ് അതിൽ വരുന്നത്. പിന്നെ ബൈറ്റ് എന്ന് പറയുമ്പോൾ 8 ബിറ്റാണ് വരുന്നത്. പിന്നെ കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്, എക്സാബൈറ്റ്, സെഡാബൈറ്റ്, യോഗാബൈറ്റ്, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കിയിരിക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഈ സ്റ്റോറേജിന് 2 ടൈപ്പായിട്ട് മാറ്റാം. ഒന്ന് പ്രൈമറി സ്റ്റോറേജ്, മെയിൻ മെമ്മറി എന്ന് പറയാം. അടുത്ത് സെക്കൻഡറി സ്റ്റോറേജ്, ഓക്സിലറി മെമ്മറി എന്ന് പറയാം. അതായത് ഇതൊരു ഇന്റേണൽ മെമ്മറിയാണ്, കമ്പ്യൂട്ടറിന് അകത്തുള്ള ഒരു മെമ്മറിയാണ്. അത് ഡയറക്റ്റ് ആയിട്ട് CPU-ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി കൂടെയാണ്. ഓക്കെ, ഇത് നമുക്ക് ചെറിയൊരു സമയത്തേക്ക് മാത്രമാണ് ഈ ഒരു മെമ്മറിയിൽ ഡാറ്റാസ് ഉണ്ടാവുള്ളൂ. ടൈപ്പ് എന്ന് പറഞ്ഞാൽ റാം, റോം, ക്യാഷ് മെമ്മറി എന്നൊക്കെയാണ്. ഓക്കെ, ഇതിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. CPU-ന്റെ സ്പീഡ് കൂട്ടുന്ന ഈ മെമ്മറികളാണ്. ഓക്കെ,
പിന്നെ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് CPU ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്ത മെമ്മറിയാണ്. പിന്നെ നമുക്ക് ലോങ് ടൈമിലേക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ കറണ്ട് പോയാൽ നമുക്കത് അതിന്റെ ഡാറ്റാസ് പോവില്ല. ഓക്കെ, അതാണ് ഹാർഡ്വെയർ, സോളിഡ് സ്റ്റേറ്റ്, പെൻ ഡ്രൈവ്, CD, DVD എന്നീ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ മെമ്മറി കാർഡ്, ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ ഈ ഒരു വിഭാഗത്തിൽ നമ്മുടെ പിക്ചർ നോക്കിയെങ്കിൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ മെമ്മറി ഹൈറാർക്കിയാണ് ആ ബിറ്റിന്റെ നിപ്പിളിന്റെ കാര്യം കൊടുത്ത് ഞാൻ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കാം. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ. മറ്റൊന്ന് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് വാട്സപ്പ് ജോയിൻ ചെയ്തിട്ടും. അതുപോലെ നമ്മുടെ ഗാന്ധിയ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ഗൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.